കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത പ്രവാസികൾ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രവാസി വ്യവസായികളും സാമ്പത്തിക വിദഗ്ധരും സാധാരണക്കാരും അഭിപ്രായപ്പെട്ടു. റിസർവ് ബാങ്കിന്റെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദേശത്തേക്ക് പണമയക്കുമ്പോഴുള്ള നികുതി പരിധി വർദ്ധിപ്പിച്ചത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത്. ധനകാര്യമന്ത്രി ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് നമുക്കെല്ലാം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണെന്ന് ഞാൻ പറയും. അതിന് കാരണം നമ്മുടെ 2047 കൂടിയിട്ട് നമ്മുടെ ഭാരതം 100-ാം വാർഷികം, സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും ഭാരതത്തിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രമാക്കി മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. 7 ലക്ഷം എന്നുള്ള വരുമാന പരിധി 12.8 ലക്ഷം ആക്കിയത് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണം നൽകുന്ന കാര്യമാണ്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അനുസരിച്ചിട്ട് വിദേശത്തേക്ക് പണം അയക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു 7 ലക്ഷം വരെ നികുതി കൊടുക്കാതെ, TDS കൊടുക്കാതെ കൊടുക്കണമായിരുന്നു. 7 ലക്ഷത്തിന് മേളിലാണെന്നുണ്ടെങ്കിൽ അതിന് 10% നികുതി കൊടുക്കണമായിരുന്നു TDS. ആ പരിധി ഇപ്പോൾ 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വായ്പ എടുത്തതിന് ശേഷമാണ് വിദേശത്തേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ബാങ്കുകളിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ കൂടെ എടുക്കുന്നതായ വായ്പയുടെ മേൽ 0.5%, 0.5% TDS കൊടുക്കണമായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കേന്ദ്ര ബജറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ടാക്സുകളിൽ വരുത്തിയിരിക്കുന്ന ഇളവുകളാണ്. അത് ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിലും, ഇൻസെൻറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും, കൺസെഷൻസ് ആണെന്നുണ്ടെങ്കിലും, TDS ആണെന്നുണ്ടെങ്കിലും അതിൽ വരുത്തിയിരിക്കുന്ന ആ ഒരു ഇളവ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനാണെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിക്കാണെങ്കിലും ഒരുപോലെ ഒരു ഗുണപ്രദമാകുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യയിലെ സ്ഥിര നിവാസികളായവരുടെയും വിദേശത്ത് നിവസിക്കുന്ന ഇന്ത്യക്കാർക്കും ആശ്വാസം പകരുന്ന ഒരു നിർദ്ദേശമായിരുന്നു സീറോ ടാക്സ് നികുതി ആരംഭിക്കുന്നത് 12 ലക്ഷത്തിന് മുകളിലേക്ക് ഉള്ളതാണെന്നുള്ളത്. അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു നിർദ്ദേശമാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ 4 ലക്ഷത്തിനും 5% വെച്ച് ഉയർന്ന് 24 ലക്ഷത്തിന് മുകളിലെത്തുമ്പോൾ 30% നികുതി ചാർജ് ചെയ്യുന്ന നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. അത് വളരെ ആശ്വാസം പകരുന്നത് തന്നെയാണ്.